എൻ്റെ പേര് അർപ്പിത് ജോളി. ഞാൻ തോപ്പുംപടിയിൽ നിന്ന് വരുന്നു. എൻ്റെ അനുഭവം ഞാൻ ആദ്യം തൊട്ട് പറയാം. എൻ്റെ അനുഭവം സ്റ്റാർട്ടാവണ ജാനുവരിയിലാണ്. ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജാനുവരി 2023 എൻ്റെ ജോലി നഷ്ടപ്പെടുന്ന രീതിയിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങിയത്. ജോലി നഷ്ടപ്പെടുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓവർ കോൺഫിഡൻസ്, എനിക്ക് അവിടെ ഭയങ്കര ആയിട്ട് കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞ് എൻ്റെ മാനേജേഴ്സിനൊക്കെ ഞാൻ പുച്ഛിച്ചൊക്കെയാണ് നിന്നത് എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. അത് കുഞ്ഞിലെ തൊട്ട് ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ശീലിച്ചു വന്നത്. സോ ഞാൻ ആ ആറ്റിറ്റ്യൂഡ് എൻ്റെ മാനേജേഴ്സിനോടൊക്കെ കാണിച്ചപ്പം അവർക്ക് ഭയങ്കര ബാഡായിട്ട് ഫീൽ ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് ജോലി വേണ്ട, ഞാൻ നോക്കിക്കോളാം, എനിക്ക് വേറെ എനിക്ക് കിട്ടിക്കോളും, എൻ്റെ കഴിവിനും ഇതിനും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാന്നുള്ള രീതിയിൽ ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങി. അത് ജാനുവരി 6 ആയിരുന്നു ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങണേ. അത് ലാസ്റ്റ് ഇയർ 2023. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓവർ കോൺഫിഡൻസിൻ്റെ രീതിയിൽ ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് എല്ലാ ആപ്ലിക്കേഷനും ലിങ്ക്ഡിനും ഏതൊക്കെ ജോബ് പോർട്ടലുണ്ടോ അതെല്ലാം ഞാൻ അടിച്ചു പറിച്ച് മൊത്തം ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷേ എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം കൂടി എനിക്ക് കിട്ടിയില്ല. മോർ ദാൻ 100 ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തു, പക്ഷേ 100 റിജക്ഷൻസാണ് എനിക്ക് കിട്ടിയത്. ഒരു രീതിയിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. എല്ലാ സ്ഥലത്തും ഞാൻ എല്ലാവരുടെയും മുമ്പ് വെച്ച് ഞാൻ കളിയാക്കണ ആളായിക്കൊണ്ടിരിക്കുക. എല്ലാ സ്ഥലത്തും ഞാൻ ഒരു കൊല്ലൂലാത്ത ആളായിക്കൊണ്ടിരിക്കുക ഏത് സാഹചര്യത്തിലും. പിന്നെ എൻ്റെ വീട്ടുകാരാണെങ്കിൽ തന്നെ പ്രഷർ, നാട്ടുകാരുടെ പ്രഷർ എല്ലാം കൂടി തലയിൽ കയറിയിട്ട് എനിക്ക് നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളായിരുന്നു, ഉള്ളിൽ പോസിറ്റിവിറ്റി ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ 2 വർഷം ഞാൻ വർക്ക് ചെയ്തു. സോ ഇപ്പോൾ തൽക്കാലത്തേക്ക് വേറെ എന്തെങ്കിലും നോക്കാം, കാരണം ഫുൾ റിജക്ഷൻ കിട്ടിയതുകൊണ്ട് നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ. സോ ഞാൻ അങ്ങനെ ആലോചിച്ച് ഞാൻ അഡ്മിഷൻ നോക്കാമെന്ന് വെച്ചു പുറത്ത്. എന്തായാലും ഞാനിപ്പോൾ 25 ഇയേഴ്സ് ആവാൻ പോണു. അപ്പോൾ ഞാൻ വിചാരിച്ചു 25 ബർത്ത്ഡേ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. 25ാമത്തെ ബർത്ത്ഡേ ഞാൻ പുറത്ത് ആഘോഷിക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ കുഞ്ഞിലെ തൊട്ട് ആഗ്രഹമായിരുന്നു. എൻ്റെ 25ാം വയസ്സ് ഞാൻ നല്ലൊരു സ്ഥലത്ത് പുറത്ത് നിൽക്കണമെന്ന് ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. അത് മാർച്ചിലായിരുന്നു ഞാൻ കൊടുത്തത്. കഴിഞ്ഞ വർഷം ജർമ്മനിയിലേക്കായിരുന്നു കൊടുത്തത്. അതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പിലാണ് ആ യൂണിവേഴ്സിറ്റിയൊക്കെ കിട്ടണത്. അത് ഒരു ഫ്രീ എഡ്യൂക്കേഷൻ ടൈപ്പ് ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ വിചാരിച്ചു വീട്ടുകാരനൊക്കെ ബുദ്ധിമുട്ടിക്കാതെ, പിന്നെ അതുമാത്രമല്ല എനിക്ക് കടബാധ്യതകളൊന്നും വരാതെ നൈസായിട്ട് പൈസ ഒന്നും ഇല്ലാതെ പഠിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ റിസ്ക് എടുത്ത് ഞാൻ അതിലേക്ക് എൻ്റെ ഫോക്കസ് വിട്ടു. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അതൊരു ഹിന്ദു ആയിരുന്നു, ക്രിസ്ത്യൻ അല്ലായിരുന്നു. എൻ്റെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ജോലിയും നഷ്ടപ്പെടുത്തായിരുന്നു എൻ്റെ കൂടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സാഹചര്യമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ പുള്ളിക്കാരി എന്തെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ആരാണ്ട് പറഞ്ഞ് അറിവിലൂടെ കൃപാസനം മീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ പുള്ളിക്കാരി കൃപാസനം ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് ജോലിയൊക്കെ കിട്ടി. അങ്ങനെ എന്നോട് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും ഓക്കെ ഇതൊരു നല്ലൊരു കാര്യമാണെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒരിക്കലും ഇതിലൊന്നും വിശ്വാസമില്ല. പക്ഷേ ഞാനിത് ഫേക്കാണെന്ന് വിചാരിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കണ എപ്പോഴും ഇപ്പം നമ്മളൊരു പേപ്പറിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ദൈവം റിയൽ അല്ലല്ലോ, ദൈവം ഒരു പവറാണെന്ന് ഞാൻ വിശ്വസിക്കുക. എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മളുടെ മനുഷ്യന്മാരായിട്ട് നമുക്ക് കാണാൻ പറ്റണില്ല. സോ ഞാൻ ആ ഒരു രീതിയിൽ ഞാൻ വിചാരിച്ചു പേപ്പർ ഇട്ട് ദൈവം എങ്ങനെ കാണാനാ, ദൈവം നമ്മുടെ നിയോഗം എടുത്ത് അതിൻ്റെ പകരം പ്രാർത്ഥിച്ചാൽ പോരെ, വെറുതെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ചെയ്താൽ ദൈവം കാണും എന്ന് വിചാരിച്ചുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു എൻ്റെ. അപ്പം ഞാൻ ഇതിലൊന്നും ബിലീവ് ചെയ്യാതെ ഞാൻ ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോയി. പുള്ളിക്കാരിയാണ് എൻ്റെ ആപ്ലിക്കേഷൻ മൊത്തം ചെയ്ത കാര്യങ്ങളൊക്കെ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് നിൽക്കുമായിരുന്നു. എൻ്റെ ലൈഫ് മൊത്തം നെഗറ്റീവ് ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, തന്നെ ഒറ്റയ്ക്ക് ചെയ്യാം. അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് മൊത്തം പുള്ളിക്കാരിയായിരുന്നു. അത് ഞാൻ എനിക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് ദൈവമായിരുന്നു, പക്ഷെ വേറെ ആരുമല്ല. ദൈവമായിരുന്നു എനിക്ക് ആ പുള്ളിക്കാരൻ തന്നെ എന്നെ എല്ലാം നടത്തി. കാരണം എൻ്റെ സഹനത്തിൽ, എൻ്റെ വിഷമത്തിൽ കൂടെ നിന്ന ഒറ്റ ഒരു പുള്ളിക്കാരനായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ആദ്യം മനസ്സിലാവാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊക്കെ എൻ്റെ കൂടെ വന്ന് ജസ്റ്റ് ഒരു ആൾ എന്നെ സഹായിച്ചു പോണേന്ന്. പക്ഷേ അല്ല എന്ന് എനിക്ക് സത്യം പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് വിൻ്റർ ഇൻടേക്ക് ആയിരുന്നു കഴിഞ്ഞ വർഷം. വിൻ്റർ ഇൻടേക്ക് സെപ്റ്റംബർ ഇൻടേക്കിനായിരുന്നു ഞാൻ പോകേണ്ടത്. പക്ഷേ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റിജക്ഷൻസ് ആയിരുന്നു. 17 ആപ്ലിക്കേഷൻ കൊടുത്തു,
17 ആപ്ലിക്കേഷൻ റിജക്ഷൻ, എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ഔട്ട്. പിന്നെയും റിജക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെയും ഞാൻ നെഗറ്റീവിലേക്ക് പോയി. എന്താണ് ഡിപ്രഷനിലേക്ക് ഉള്ള സ്റ്റേറ്റ്സിൽ മാക്സിമം ഞാൻ എത്തി. ഒരുമാതിരി വയ്യാത്ത സ്ഥിതിയിൽ വരെ എത്തി. പക്ഷേ എൻ്റെ കൂടെ എപ്പോഴും കൂട്ടുകാരി ഉണ്ടായിരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കണുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ തളർന്നില്ല. ഞാൻ എൻ്റെ ഉള്ളിലുള്ള ബിലീഫിൻ്റെ കാരണം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് അല്ല, ജൂലൈയിൽ എൻ്റെ ആ കൂട്ടുകാരിയായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് പുള്ളിക്കാരിക്ക് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഞാൻ അങ്ങനെ എനിക്ക് വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് ജസ്റ്റ് ഓക്കെ എനിക്ക് എൻ്റെ സമയം കഴിയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു. ഞാൻ ജസ്റ്റ് ചെയ്ത് ഞാൻ പോയി, എൻ്റെ പാട്ടിനെ ഞാൻ പോയി, പുള്ളിക്കാരിയുടെ പ്രാർത്ഥനയായിട്ട് പോയി. പക്ഷേ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും എന്നെ ദൈവം ഇതിലേക്ക് നടത്തി. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഹോം ടൗണിലേക്ക്, എൻ്റെ നാട്ടിലേക്ക് പോകേണ്ട ഇത് വന്നു. എൻ്റെ ഗ്രാൻഡ് മദർ മരണപ്പെട്ടിൻ്റെ ഒരു ഇതിൽ പോകേണ്ടി വന്നു. അങ്ങനെ പോകേണ്ടി വന്നപ്പം ഈ വഴിയാണ് വന്നത്. സോ എൻ്റെ അമ്മ പറഞ്ഞു, എടാ നീ ഒന്ന് കയറിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, കയറിയിട്ട് പോവാം, ഞാൻ എന്തായാലും ഇവിടെ കയറിയിട്ടുള്ളതാണ്, അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം, എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ കയറിയപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. ഞാൻ ഒരു മടിയനാണ്, കാരണം എനിക്കിതിലൊന്നും വിശ്വാസമില്ല. പക്ഷേ സാഹചര്യം അങ്ങനെയല്ല, വേറെ ഡിഫറെൻ്റ് ആയിപ്പോയി. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഉടമ്പടി അന്ന് എടുക്കാമെന്നുള്ള രീതിയിൽ എടുക്കാമെന്ന് പറഞ്ഞപ്പം 5 മണിക്കൂറാണെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കാണെങ്കിൽ തീരെ ക്ഷമയില്ലാത്ത ആളാണ്. 5 മണിക്കൂർ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പക്ഷെ അമ്മ കൈവിട്ടില്ല. അമ്മ പറഞ്ഞു, എടാ നീ ഒന്ന് എടുക്ക്, നീ ബാക്കി നമുക്ക് നോക്കാം, നീ ഒരു ദിവസമല്ലേ കഷ്ടപ്പെടണമെന്നുള്ള രീതി പറഞ്ഞ് ഞാൻ സമ്മതിച്ചില്ല. ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ച് ശബ്ദം ഉണ്ടാക്കി, ഞാൻ ബേളം ഉണ്ടാക്കി, ഞാൻ പുറത്തേക്ക് പോയി, ഞാൻ അവിടെയൊക്കെ ഇരുന്ന് ബേളം ഉണ്ടാക്കാം. എനിക്ക് പറ്റില്ല, എനിക്ക് ഈ സംഭവം പറ്റില്ല, പ്രാർത്ഥിച്ച് നമുക്ക് പോവാം, എത്രയും പെട്ടെന്ന് പോവാന്നുള്ള രീതി ഞാൻ ഭയങ്കര കാരണം എൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളാണ് എന്നെ ഇതിലാക്കിയത്. കാരണം ഞാൻ ഓൾറെഡി വിഷമത്തിലാണ്. കാരണം എനിക്കിതിലൊന്നും ആരും എനിക്ക് സഹായിക്കാനില്ല എന്നുള്ളൊരു ഇത് മനസ്സിലിരിക്കണോണ്ട് എനിക്ക് മനസ്സിലായി ഇതൊന്നും ഒരു കാര്യമില്ല, ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ ദൈവം നടത്തും എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സ് കുറച്ച് ശാന്തനാക്കിയിട്ട് ഞാൻ ഓക്കെ അമ്മയല്ലേ, അമ്മ പറയണ കേൾക്കാം, ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതാവോ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ഫുൾ ട്രസ്റ്റ് ചെയ്ത് അമ്മയുടെ അടുത്ത് പോയി ഉടമ്പടി എടുത്ത് ക്ലാസ്സൊക്കെ ദേഷ്യം വന്നു. ഞാൻ അവിടേക്ക് ഇരുന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ക്ലാസ് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രയും ലാഗായിരുന്നു, എനിക്ക് ടയറിങ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടയറിങ് ആവണമെന്ന് കഴിഞ്ഞാൽ മനസ്സിൽ മൊത്തം ഇത് നടക്കില്ല എന്നുള്ളൊരു സീൻ മനസ്സിലിരിക്കണോണ്ടാ. അങ്ങനെ ഇതൊക്കെ തീർന്ന് ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥനയൊക്കെ തുടങ്ങി. പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ കൂടി തോന്നണില്ല, ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മനസ്സിൽ വിചാരിക്കുക ഇതൊന്നും നടക്കില്ല, എന്തായാലും ഈ യൂണിവേഴ്സിറ്റി കിട്ടൂല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മാർക്ക് കുറവായിരുന്നു. എനിക്ക് 72% ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ബിടെക്കിൽ. പിന്നെ ഇതെല്ലാം കൂടി മാച്ച് ആവണം, കരിക്കുലം പ്ലസ് ഈ ബിടെക്കിൻ്റെ മാർക്കും കൂടി ഒരുമിച്ചായാൽ മാത്രമേ യൂണിവേഴ്സിറ്റി കിട്ടുകയുള്ളൂ. അങ്ങനത്തെ ഒരു സീൻ വന്നപ്പം ഒരിക്കലും കിട്ടില്ല എന്ന് ഏജൻസി വരെ എന്നോട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വിടാതെ ഏജൻസിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര നാൾ ഞാൻ ചെയ്തതിൻ്റെ എന്തെങ്കിലും കുറവ് വെച്ച് കിട്ടാത്തയാണോ എന്ന് വെച്ച് ഞാൻ ഏജൻസി കൊടുത്തു. അപ്പോൾ ഏജൻസി 50,000 രൂപ ഒഴിച്ച് കൊടുത്തിട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ ലാസ്റ്റ് അവരുടെ ഒരു യൂണിവേഴ്സിറ്റി എനിക്ക് കിട്ടിയില്ല. ഫുള്ളും ട്രാജഡി. പിന്നെ എന്നിട്ടും കൈവിട്ടില്ല. മാതാവിനെ എപ്പോഴും കൂടെ നിന്ന് വിശ്വാസം മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും നടന്നാലോ എന്നുള്ളൊരു ജസ്റ്റ് ഒരു ചെറിയൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. അല്ലാതെ ഇങ്ങനെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഇതില്ല. ജസ്റ്റ് ഇങ്ങനെ വിശ്വാസം ഉള്ളിലുണ്ടായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു നോർമൽ നമ്മൾ കുടുംബ പ്രാർത്ഥന എല്ലാം പോലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദിവസം. അപ്പോൾ പ്രാർത്ഥിച്ച് വന്നപ്പോൾ എനിക്കിങ്ങനെ പോസിറ്റീവ് എനർജി കൂടാൻ തുടങ്ങി, നെഗറ്റീവ് എനർജി ഇങ്ങനെ ലോ ആവാൻ തുടങ്ങി, എൻ്റെ സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങി. ഞാനൊരു ലിക്കറൊക്കെ ഞാൻ അടിക്കുമായിരുന്നു, കുറച്ച് വെള്ളം അടിക്കുമായിരുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി ചെയ്യണ ഒരാളായിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്ക് ഒരു പ്രത്യാക്ഷ കിട്ടണ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഉള്ളിൽ നിന്ന് ഒരു പവർ, ദ ഹോളി സ്പിരിറ്റ് എന്നോട് സംസാരിക്കണ പോലെ, എടാ മോനെ ഇത് നീയല്ല, നീ ഇങ്ങനെയല്ല ജീവിക്കണ്ടേ, നിനക്ക് വേറൊരു കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്, നിനക്ക് ഈ ജീവിതം ദൈവം തന്നത് അതിനൊരു പേർപ്പസ് ഉണ്ട്, ആ പേർപ്പസ് നീ ഫൈൻഡ് ചെയ്യണം, ഫൈൻഡ് ചെയ്താലേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്നോട് എപ്പോഴും പറയും. പക്ഷേ ഉള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകുമ്പോൾ അത് എപ്പോഴും ലോ ആക്കും. പക്ഷേ എന്നിട്ട് ഞാൻ തളരാതെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒക്ടോബർ ഇവിടെ റാലിക്കൊക്കെ ഞാൻ പങ്കെടുത്തു. കാരണം
എനിക്ക് വേറൊരു ഹോപ്പില്ലായിരുന്നു. ഇത് മാത്രം ഹോപ്പുള്ളായിരുന്നു. കാരണം എനിക്ക് കിട്ടുന്ന എല്ലാം പോസിറ്റീവ് എനർജി ഇതിൽ നിന്നായിരുന്നുകൊണ്ട് ഞാൻ ആ കൂട്ടുകാരിയായിട്ട് ഇവിടെ വന്ന് റാലിയൊക്കെ പങ്കെടുത്തു. ആ സമയത്ത് ഞാൻ ഒറ്റ കാര്യം മാത്രം പ്രാർത്ഥിച്ചുള്ളൂ, ഈ യൂണിവേഴ്സിറ്റി കിട്ടാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്ര നാൾ ജോലി കിട്ടിയില്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം ഈ യൂണിവേഴ്സിറ്റി കിട്ടാൻ കുറച്ച് പിന്നെയാണ് എനിക്ക് കിട്ടണേ റിസൾട്ടൊക്കെ വരണേ. അപ്പോൾ അത്ര നാൾ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്തു തരണമെന്നുള്ള രീതി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആപ്ലിക്കേഷൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് 27-ാം തീയതി ഞാൻ റാലി പോണ മുമ്പ് എനിക്ക് ജോലിയുടെ ഇതായിരുന്നു, ജോലിയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു. 28-ാം തീയതി ഞാൻ റാലിക്ക് പോയി. വിത്തിൻ 2 days, നെക്സ്റ്റ് 2 days എനിക്ക് ജോലിയും കിട്ടി. അതും ഏറ്റവും ഹൈ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗ്യാപ്പ് വന്നിട്ടും എനിക്ക് ഏറ്റവും ഹൈ സാലറി, നല്ലൊരു സാലറി എന്ന് പറഞ്ഞാൽ ഒരു 2 years കിട്ടേണ്ട ആളും കൂടുതൽ സാലറി. അതും ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് ഇപ്പം എന്നോട് പറഞ്ഞു, നിൻ്റെ കഴിവിന് ഇതിൻ്റെ ആളും കൂടുതൽ ഞാൻ തരാൻ തയ്യാറാടാന്ന് വരാൻ പറഞ്ഞു. അത്രയ്ക്ക് എൻ്റെ മാനേജേഴ്സ് എന്നോട് പറഞ്ഞു ഇത് പുതിയ കമ്പനിയിൽ. അപ്പോൾ എനിക്ക് ആ ജോലിയും കിട്ടി. അപ്പോൾ എനിക്ക് ഒരുമാതിരി, എന്നാലും ഈ സാത്താനുണ്ടല്ലോ ഉള്ളിൽ, അത് സമ്മതിക്കണില്ല. ഇത് നിൻ്റെ കഴിവിനാടാ കിട്ടിയെന്നുള്ള രീതിയിലാണ് എന്നോട് എന്നിട്ടും പറയണേ. പക്ഷെ എന്നിട്ടും ഞാൻ പ്രാർത്ഥന ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഈ 3 മാസം ഞാൻ ഇത് തീർത്തിട്ട് പിന്നെയും എനിക്ക് മടി വരാൻ തുടങ്ങി. ഇനിയും പുതുക്കണോ, ഇനി നമുക്കിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, എന്തിനാണ് പിന്നെ ഇത് ചെയ്ത് പിന്നെയും കഷ്ടപ്പെടണം, ഇങ്ങനെ ഫുള്ള് നെഗറ്റീവ്. നമ്മുടെ ജീവിതം മൊത്തം നെഗറ്റീവാണ്. എല്ലാവരും, ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ഇങ്ങനെ തന്നെ അനുഭവം. നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ റിക്കവർ എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ പിന്നെയും എനിക്ക് വരേണ്ട അവസരം വന്നു. ഇങ്ങനെ ഹോം ടൗണിലേക്ക് വന്നു. ഞാൻ അവിടെ പോയിട്ട് വരണ തിരിച്ചു വഴിയിൽ ഞാനിവിടെ കയറി പ്രാർത്ഥിച്ചപ്പം അമ്മ പിന്നെയും പറഞ്ഞു ഉടമ്പടി എടുക്കാമെന്ന്. കാരണം പെട്ടെന്ന് തീരുമാനിക്കും എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 2-3 മണിക്കൂർ എടുക്കും, പിന്നെയും ലാഗാവും, പിന്നെയും അത്ര നിൽക്കാൻ വയ്യ മമ്മി, ഞാൻ പോണേ, എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ പിന്നെയും എന്നെ സാത്താൻ വലിച്ച് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കണേ. എനിക്ക് പിന്നെ എങ്ങനെയെങ്കിലും പോവാം മമ്മി, എന്തായാലും ഒരു പ്രാവശ്യം എടുത്തില്ല, മതി എന്നുള്ള രീതിയായിപ്പം അമ്മയും പറഞ്ഞു എന്നാൽ ഓക്കെ, എന്നാൽ നിൻ്റെ ഇഷ്ടം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നപ്പം അവിടെ ഇരുന്ന് ആ 10ാം കൗണ്ടറിൽ 8ാം കൗണ്ടറിൽ ഏതാ നിന്ന് ആ ചേച്ചിമാർ എന്നെ വിളിക്കണു, എടാ മോനെ നീ എന്താ ഇവിടെ പോണു, നീ എടുത്തിട്ട് പോ, ഉടമ്പടി എടുത്തിട്ട് പോ, നീ എങ്ങോട്ട് പോകണം എന്നുള്ള രീതിയിൽ എന്നെ ഇങ്ങോട്ട് വലിച്ച് എത്തി എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ എന്നെ ഫോഴ്സ് ചെയ്യണേന്ന് പറഞ്ഞപ്പം ആ പുള്ളിക്കാരി എന്നോട് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം വിത്തിൻ ഹാഫ് ആൻ അവറിൽ 2 മണിക്കൂറിൽ ചെയ്യണ കാര്യം ഹാഫ് ആൻ അവറിൽ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതൊരുമാതിരി എന്നെ ഞാൻ പോയതല്ല, പക്ഷെ ദൈവം എന്നെ വലിച്ചു വരുത്തി. എൻ്റെ സഹനം, എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ദൈവം ക്ഷമ ഇതാക്കാൻ വേണ്ടി എനിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി എന്നെ പ്രാർത്ഥനയിൽ ആക്കാൻ വേണ്ടി എന്നോട് ദൈവം പിന്നെ ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ ആ ഉടമ്പടി എടുത്ത് ഞാൻ ഭയങ്കര ഇതായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മിറക്കിളാണ്. കാരണം ഒരിക്കലും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാര്യങ്ങളൊക്കെ. അപ്പോൾ പെട്ടെന്ന് നടന്നപ്പം ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡായി. കാരണം ദൈവം എന്നെ നടത്തണയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ബാക്കിൽ ഞാൻ നോക്കുമ്പം ദൈവം എപ്പോഴും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ എനിക്ക് ഓരോ പ്രൂഫ് തന്നുകൊണ്ടിരിക്കുക, നിന്നെ ദൈവം കാണുന്നുണ്ടടാ എന്ന് പറഞ്ഞെന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ പ്രാർത്ഥന 100% ഇങ്ങനെ കൈക്കൊണ്ട് ഫുള്ളും പ്രാർത്ഥിച്ച് നവംബർ ഡിസംബർ ഇതെല്ലാം ഞാൻ ഫുള്ളും ഇരുന്ന് ഭയങ്കര ഹാപ്പിയിലിരുന്ന് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ഇങ്ങനെ മിറക്കിൾസ് സംഭവിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ എനിക്ക് കുറേ പ്രാർത്ഥിക്കാൻ പറ്റി. എനിക്ക് ദിവസം നല്ല രീതിയിൽ വീട്ടുകാരായിട്ടൊക്കെ സംസാരിക്കാനും വീട്ടുകാരൊക്കെ എന്നോട് പറയാൻ തുടങ്ങി, എടാ മോനെ നിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ ഇതാവാൻ തുടങ്ങി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ജാനുവരി ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അത്ഭുതം നടക്കുന്ന കാര്യമാണ്. ജാനുവരി 5-ാം തീയതിയാണ് ഞാനിങ്ങനെ വീട്ടുകാരൊക്കെ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയിൽ എന്നോട് പറഞ്ഞു, എടാ വാ പള്ളിയിൽ പോയിട്ട് വാ, അവിടെ ആരാധനയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല മമ്മി പോയിട്ട് വാ, എനിക്ക് വർക്കൗട്ട് ഉണ്ട്. കാരണം ഞാൻ ജിമ്മിനൊക്കെ പോണ ആളാണ്. അപ്പോൾ എനിക്ക് വർക്കൗട്ടും കാര്യങ്ങളുണ്ട്, അപ്പോൾ എനിക്കത് ചെയ്യാതെ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വർക്കൗട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനിങ്ങനെ ഫോൺ നോക്കിയപ്പോൾ ഒരു മെയിൽ വന്നു. മെയിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ബീൻ അഡ്മിറ്റഡ് ടു ജൂലിയസ് മാക്സിലിയം യൂണിവേഴ്സിറ്റി അറ്റ് വൂസ്ബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി ഫ്രീ എഡ്യൂക്കേഷനിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ് എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു. എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റാത്ത എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരിക്കലും കിട്ടില്ല ഈ സാധനം. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മാർക്ക് വെച്ച് 90% കിട്ടുന്ന ആൾക്കാർക്ക് 90 ബിടെക്കിൽ 90% കിട്ടിയ ആൾക്കാർക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒരിക്കലും അറിയില്ല എനിക്ക് കിട്ടുമെന്ന്. ബിക്കോസ് 72%ഉം 90ഉം എവിടെയാണ് കിടക്കണേന്ന് എനിക്കറിയാം. സോ ഞാൻ എൻ്റെ ബ്ലാങ്ക് ആയിപ്പോയി, ബ്രെയിൻ മൊത്തം ബ്ലാങ്ക് ആയിപ്പോയി. ഞാൻ ചോദിച്ചു ഇതെന്താ നടക്കണേ, ഞാൻ ആരാന്ന് വരെ വിചാരിച്ചു പോയി. ശരിക്കും ഇത് ഞാനല്ല എന്നുള്ള രീതിയിലായിപ്പോയി ഞാൻ. എന്നിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി ഭയങ്കരമായിട്ട്. കാരണം പറഞ്ഞാൽ ഞാൻ ഇത്ര നാൾ ദൈവത്തിനെ ചീത്ത പറഞ്ഞതല്ല, എനിക്ക് ഒട്ടും പുള്ളിക്കാരനെ ആരാണോ ഇതെന്നൊന്നും എനിക്ക് വലിയ ഇതില്ലായിരുന്നു. ഭയങ്കര ഒരു മാതിരി രീതിയിലാണ് ഞാൻ പ്രാർത്ഥനയൊക്കെ കൊണ്ടേ കാര്യങ്ങളൊക്കെ ഒരു സ്പിരിച്വൽ അല്ലായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടും എന്നെ കൈ പിടിച്ച് പൊക്കി താഴേന്ന് പൊക്കി ഫ്രണ്ടിലേക്ക് ഇടുന്ന ഒറ്റ ദൈവമായിരുന്നു, അത് യേശു ക്രിസ്തു ആയിരുന്നു. എനിക്ക് നടത്തിയ പാതകളാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന രീതികളാണ്. അല്ലാതെ കൃപാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് എല്ലാം അത്ഭുതം കിട്ടുന്ന സ്ഥലമല്ല. പക്ഷേ ദൈവം തന്ന ഒരു പാതയാണ്, നിനക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം തന്ന ഒരു പാതയാണ്. നീ നേരെ നിനക്ക് ദൈവത്തിനോട് കൂടുതൽ അടുക്കാനും അതിനുവേണ്ടി എല്ലാ മനുഷ്യർ ഈ ലോകത്ത് ദൈവത്തിനോട് അടുക്കാൻ വേണ്ടിയാണ് ദൈവം പറഞ്ഞേക്കണം. അതിനുവേണ്ടി അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ദൈവത്തിനെ കാണാൻ പാടില്ല. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണ്ടേ, നമ്മൾ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടി മാത്രമാവണം. അങ്ങനെ ഞാൻ ഭയങ്കര ഇമോഷണലായ ആ ഒരു സ്റ്റേജിൽ. എന്നിട്ട് ഞാൻ വേറൊന്നും എൻ്റെ മൈൻഡിലില്ലായിരുന്നു. ഞാൻ ഡയറക്റ്റ് ഓടി പള്ളിയിലേക്ക് ചെന്ന് ഞാൻ അപ്പം തന്നെ എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്നെ തന്നെ മറന്നുപോയി. കാരണം കഴിഞ്ഞാൽ എനിക്കെൻ്റെ സ്ട്രഗിൾസ് എൻ്റെ തലയിൽ അറിയാം. ഇതൊക്കെ എന്താ നടക്കണേന്നും കൂടി എനിക്കറിയില്ല. ഞാൻ ഭയങ്കര കരഞ്ഞുപോയി. എന്നിട്ട് ഞാൻ ഓടി പള്ളിയുടെ ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ കൈ വിരിച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് വേറെ ആരും ഇല്ലാത്തപ്പം അങ്ങ് മാത്രമുള്ളായിരുന്നു. എല്ലാവരും എന്നെ കൈവിട്ട്. പക്ഷെ അങ്ങ് എന്നെ മുന്നോട്ട് നടത്തിയെങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും അങ്ങ് എന്നെ നടത്തും എന്നുള്ള വിശ്വാസം എനിക്ക് തന്നതങ്ങ. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എവിടെ ഞാൻ ആയാലും അങ്ങ് മതി. ഇന്ന് നിൻ്റെ അമ്മ മരിക്കും, നാളെ നിൻ്റെ അപ്പം മരിക്കും. എനിക്ക് തന്ന വചനങ്ങളാണ് ദൈവം. ഇന്ന് നീ നാളെ, അന്ന് നീ കരയല്ലേ, അന്ന് കരഞ്ഞാൽ നീ തീർന്നു. പക്ഷേ നിൻ്റെ കൂടെ എപ്പോഴും നിൽക്കണേ നിൻ്റെ ദൈവമാണ്. ഫുൾ ലൈഫ് ലോങ് നിൻ്റെ കൂടെ ഉണ്ടാവും. അമ്മ അപ്പനൊക്കെ നാളെ മറ്റന്നാളൊക്കെ പോകും, അല്ലെങ്കിൽ മരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിന്നെ വിട്ട് പോകേണ്ട ആൾക്കാരാണ്. പക്ഷെ എപ്പോഴും നീ ഒറ്റയ്ക്കാകുമ്പോൾ അവൻ മാത്രമേ നിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ തന്നു. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവാൻ തുടങ്ങി. അന്ന് തൊട്ട് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയി. പിന്നെ ഏത് കാര്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കാര്യങ്ങൾ ഞാൻ ഞാൻ ബാക്കി നടന്ന എല്ലാ കാര്യങ്ങളും, വിസ പ്രോസസ്സ് ആണെങ്കിൽ ഒരു ഏജൻസിയും ഒരു ഇതും കൊടുത്തില്ല. ഞാൻ സ്വയമായിട്ട് ചെയ്യാനുള്ള വിശ്വാസം എനിക്ക് അന്ന്. വിസ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 10-30,000 രൂപ കൊടുത്ത് ചെയ്യണ ഒരു പ്രോസസ്സാണ്. ഈ കുറേ ഫയൽസും കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് എനിക്ക് വിസയും കയ്യിൽ കിട്ടി. വിത്തിൻ 20 ഡേയ്സിൽ എനിക്ക് വിസയും കിട്ടി. പിന്നെ ഞാൻ ഈ 26 മാർച്ച് ഞാൻ പോവാണ്. മാർച്ച് 26 ഞാൻ ജർമ്മനിയിലേക്ക് പോവാണ്. അപ്പോൾ എനിക്കിത് പറയണമെന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫ് സ്ട്രഗിൾസ് ഇടയ്ക്ക് എന്നെ ഡൗൺ ആക്കും. പക്ഷേ ഞാൻ പറയണ ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവൻ നിന്നെ കൈപിടിയില്ല എന്ന് ഉള്ള ഒരു വിശ്വാസം ഞാൻ എന്താ പറയണമെന്ന് പറഞ്ഞാൽ, ഞാനൊരു യൂത്താണ്. ഞാനൊരു ഒരു യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 ഏജുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും എത്രമാത്രം എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ആയ ഓരോ കാര്യങ്ങൾ. അതിലെ കൂടെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വിഷമങ്ങൾ വരുമ്പം ദൈവത്തിന് കുറ്റം പറയാതെ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ നോക്കുക. അവൻ ഏത് സമയത്തും, ചിലപ്പോൾ ആ സമയത്ത് നടത്തൂലായിരിക്കും. എനിക്ക് ആ സമയത്ത് നടത്തിയിട്ടില്ല ദൈവം, പക്ഷേ സമയം എപ്പോഴാണോ അന്ന് നടത്തും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇതിലൊന്നും എന്നിട്ടും എനിക്ക് നെഗറ്റീവ് അടിച്ചു. അപ്പം ഞാൻ മൈൻഡിൽ കുറേ തിങ്ക് ചെയ്തപ്പം എനിക്ക് ഇതിൽ പ്രൂഫും കിട്ടി. ഇതെങ്ങനെയാണ് ദൈവം തന്നെയാണോ എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ നടന്ന എല്ലാം ഞാൻ റീക്യാപ്പ് ചെയ്തു. ഞാൻ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇതൊക്കെ തന്നെ നടന്നതാണോ അല്ലെങ്കിൽ ദൈവം തന്നതാണോ എന്ന് ഞാൻ ദൈവത്തിനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഇനി ദൈവം തന്നെയാണോ. കാരണം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തന്ന് എന്നെ ഇതാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊക്കെ ഡേറ്റ് എനിക്ക് എൻ്റെ ലൈഫിൽ നടന്നോ
അതല്ല 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി ആയിരുന്നു. എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് ജാനുവരി 6-ാം തീയതി ആയിരുന്നു. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 6-ാം തീയതി ആയിരുന്നു. എനിക്ക് ജോലി കിട്ടിയത് നവംബർ 6-ാം തീയതി ആയിരുന്നു എനിക്ക് ജോലി കിട്ടിയത്. പിന്നെ ഇപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് 5-ാം തീയതി ആയിരുന്നു. പിന്നെ എൻ്റെ വിസ ഡേറ്റ് ഇപ്പോൾ എൻ്റെ വാലിഡിറ്റി തുടങ്ങിയത് 5-ാം തീയതി, 5 മാർച്ചിന് എനിക്ക് തുടങ്ങി. അപ്പോൾ തന്നെ അറിയാം ദൈവം അതിൽ പറയുന്നുണ്ട്, എടാ നിനക്ക് ഞാൻ തന്നെയാ തന്നേന്ന് ദൈവം പറയുന്നുണ്ട്. എല്ലാ ഡേറ്റും കോയിൻസിഡൻസ് ആവാൻ പറ്റില്ല ഒരിക്കലും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാം 5 അല്ലെങ്കിൽ 6, ദൈവത്തിന് വേണമെങ്കിൽ വേറെ ദിവസം തരായിരുന്നു. ചിലപ്പം 10-ാം തീയതി എനിക്ക് അഡ്മിഷൻ തരായിരുന്നു. പക്ഷെ 10-ാം തീയതി എനിക്ക് തന്നില്ല. എനിക്ക് കറക്റ്റ് 5-ാം തീയതി തന്ന എന്തിനാ? ദൈവം പറയാം, എടാ ഞാനുണ്ടടാ നിൻ്റെ കൂടെ, നീ മുന്നോട്ട് പോ, ബാക്കി ഞാൻ നടത്തിത്തരാം നിനക്ക്. നീ എൻ്റെ കൂടെ ജസ്റ്റ് നിന്നാൽ മതി, ബാക്കി ഞാൻ കോൺഫിഡൻസ് നിനക്ക് തരാം, നീ പേടിക്കണ്ടടാ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വചനമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കണേ. അത് ഞാൻ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഈ ജീവിതം മൊത്തം ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുള്ള വിശ്വാസം ഞാൻ എപ്പോഴും നടത്തും. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു മടിയനായതുകൊണ്ട് ആദ്യം ഞാൻ കുറച്ച് ലാഗ് വരുത്തി. കുറച്ച് മാസം ഞാൻ പത്രമൊക്കെ വിതരണമൊക്കെ കുറഞ്ഞു. പക്ഷേ ഞാൻ എപ്പോഴും ഒരു ഹെൽപ്പിംഗ് ഒരു പേഴ്സണാണ്. ഞാൻ എപ്പോഴും പുറത്ത് പോയാൽ തന്നെ ആൾക്കാർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, പാവങ്ങൾക്ക് ഇതൊക്കെ ചെയ്തും. അതല്ലാതെ തന്നെ ഞാൻ ചെയ്യണ ഒരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ അതൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിലൊന്നുമല്ല വിശ്വാസം. നിൻ്റെ മനസ്സ് ദൈവം കാണുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സ്, ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സ് ദൈവം കാണുന്നുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ നല്ല എന്തെങ്കിലും കുറ്റങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ദൈവത്തിനോട് ക്ഷമ ചോദിച്ച് പറഞ്ഞാൽ മതി. ബാക്കി മൊത്തം കറക്റ്റായിട്ട് നടക്കും. ആ വിശ്വാസം ഉള്ളിൽ നിന്നാൽ മതി, എല്ലാം നടക്കും. എല്ലാം അതിനുള്ള ക്ഷമ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദൈവം കണ്ടോ നടക്കും. നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളും, നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് ദൂരത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, കുറേ തമിഴ്നാട് ഇവിടെ നിന്നൊക്കെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രാർത്ഥിക്കണേ കറക്റ്റായിട്ട് ദൈവത്തിനോട് വിശുദ്ധിയോടെ ഫെയ്ത്തോടെ പ്രാർത്ഥിക്കുവാണെങ്കിൽ അവൻ നിങ്ങളെ കരുതണ ഒരാളാണെങ്കിൽ അവൻ നിന്നെ കൈവിടിയില്ല. അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ വിശ്വാസം. അത് വെച്ച് ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നിയമാനുഷ്ഠാനത്തിൻ്റെ വെളിച്ചത്തിൽ ചെയ്തികളെ സസൂക്ഷ്മം വിലയിരുത്തി കർശനമായ വിധി പ്രസ്താവന നടത്തുന്ന ഒരു ന്യായാധിപനല്ല ദൈവം. വഴിതെറ്റിയതിനെ തേടിയിറങ്ങുന്ന, തകർന്ന മനസ്സും തളർന്ന ഹൃദയവുമായി വരുന്ന ധൂർത്തപുത്രനെ മാറോടണയ്ക്കുന്ന സ്നേഹധനനായ പിതാവാണ് ദൈവം. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43, 18, 19 തിരുവചനങ്ങൾ പറയുന്നു, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. തൻ്റെ അനുഭവ സാക്ഷ്യം അർപ്പിത് ജോളി പറയുമ്പോൾ, താൻ യുവാവാണ്, എൻ്റെ സാക്ഷ്യം, എൻ്റെ ഈ അനുഭവ സാക്ഷ്യം ഇത് നിങ്ങൾ സ്വീകരിക്കണം. എന്നെപ്പോലെയുള്ള ഒരാൾ വരുന്ന മാറ്റം, ഞാൻ എങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു, എൻ്റെ ഓവർ കോൺഫിഡൻസ്, ആത്മവിശ്വാസം വേണം, എന്നാൽ അത് അമിത വിശ്വാസമാകരുത്. അപ്പോൾ എൻ്റെ ഓവർ കോൺഫിഡൻസും എൻ്റെ അഹങ്കാരവും എൻ്റെ തന്നെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തി. പിന്നീട് 100 ആപ്ലിക്കേഷനോളം ഞാൻ സബ്മിറ്റ് ചെയ്തു. എനിക്കെല്ലാം റിജക്ഷനായിരുന്നു. ഞാൻ പഠിക്കാൻ നോക്കി, യൂണിവേഴ്സിറ്റിയിൽ പോയി, അവിടെയും റിജക്ഷൻ. എന്നാൽ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങളും ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി പുതുക്കുന്നതും പിന്നീട് തൻ്റെ നെഗറ്റിവിറ്റിയൊക്കെ എങ്ങനെ പോസിറ്റിവിറ്റി ആകുന്നു, തന്നെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ മകന് അസസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. താൻ എവിടെ നിന്നു, താൻ എവിടെ നിൽക്കുന്നു, ഇനി താൻ എങ്ങനെ, ഈ ഒരു സെൽഫ് അസസ്മെൻറ്റ് ഇത് ജീവിതത്തിൽ നമ്മെ നന്മകൾ കൊണ്ട് നിറയ്ക്കും. നമുക്ക് പിന്നീട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ സാധിക്കില്ല. അങ്ങനെ ഏറ്റവും ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലാണ് ഈ മകന് ഇന്ന് ഫ്രീ എഡ്യൂക്കേഷനാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ അതൊരിക്കലും ലഭിക്കില്ല. പറ. പിന്നെ ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ
ഇറങ്ങി. എൻ്റെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ, എൻ്റെ യൂണിവേഴ്സിറ്റി എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്കോർ അനുസരിച്ച് 72% എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വേൾഡ് റാങ്കിങ് 200 ആണ്. 200 റാങ്കിൽ കിട്ടണമെങ്കിൽ അത് ഒരിക്കലും പോസിബിൾ അല്ല. ഒരു ടോപ്പ് റാങ്ക് ആൻഡ് അതിൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച അതേ കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫർ ലെറ്റർ, പിന്നെയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അടിപൊളിയായിരുന്നു. കാരണം ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയപ്പം, സത്യസന്ധനായ ദൈവത്തിനെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പം, വെൻ യു ഹാവ് ബിലീഫ് ഇൻ ഗോഡ്, ദ ഗോഡ് വിൽ നോട്ട് ലീവ് യു ബാക്ക്. ഹി വിൽ ഹോൾഡ് യു ഹൈ ആൻഡ് ഹി വിൽ ഗൈഡ് യു ത്രൂ ദ ഹൈറ്റ്സ്. He will never fall you back. So believe in him and have trust in him, and every problem will become a solution in last. Thank you. എല്ലാത്തിനും നന്ദി പറയുന്ന ഈ മകനോടൊപ്പം തൻ്റെ ജീവിതത്തെ മുഴുവനും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി. യേശു